അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1310. ബഹുമാനപ്പെട്ട ഇമാം നസായി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ ഹഫ്സത റളിയല്ലാഹു അൻഹ അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, മല്ലം യുബയ്യത്തി സുയാമ ഖബ്ലൽ ഫജ്ർ. ആരെങ്കിലും സുബ്ഹിയുടെ മുമ്പ് ഫർളായ നോമ്പിന് നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ, രാത്രിയിൽ തന്നെ സുബ്ഹിയുടെ മുമ്പായി രാത്രിയിൽ തന്നെ ഫർളായ നോമ്പിന് നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഫലാ സുയാമല, അവന് നോമ്പ് ലഭിക്കുകയില്ല. ഏതൊരു അമലുകളുടെയും സ്വീകാര്യതക്ക് അനിവാര്യമാണ് നിയ്യത്ത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അമലുകൾക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിലും അത് സ്വഹീഹാവണമെങ്കിലും നിയ്യത്ത് അനിവാര്യമാണ്. അതിന് നിയ്യത്ത് വെക്കേണ്ട സമയങ്ങളുണ്ട്. ആ സമയത്ത് തന്നെയായിരിക്കണം നിയ്യത്ത് സംഭവിക്കേണ്ടത്. ഫർളായ നോമ്പാണെങ്കിൽ അതിൻ്റെ നിയ്യത്ത് രാത്രിയിൽ തന്നെയായിരിക്കണം. അസ്തമയം മുതൽ സുബ്ഹിയുടെ മുമ്പായി എപ്പോഴും ആവാം, രാത്രിയിൽ തന്നെ നിയ്യത്ത് വെച്ചിരിക്കണം. റമദാൻ മാസത്തെ നോമ്പ് ഞാൻ നോൽക്കാൻ കരുതി, ഇത് നിർബന്ധമാണ്, അത് രാത്രിയിൽ തന്നെ ആയിരിക്കുക എന്നുള്ളത്. ഇനി ഒരാൾ, അത് മാത്രമല്ല, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് നാവുകൊണ്ട് ഉച്ചരിക്കലല്ല നിർബന്ധം, മറിച്ച് ഖൽബ് കൊണ്ട്, ഹൃദയത്തിൽ കരുത്തുണ്ടാവണം. അപ്പേ നിയ്യത്താവുള്ളൂ. നമ്മൾ ഇമാമിങ്ങനെ ചൊല്ലിത്തരും, നമ്മളേറ്റങ്ങനെ ചൊല്ലും, നമ്മളെന്തോ ഒരു ഹവയിലാണ്, നിയ്യത്താവുകയില്ല. നമ്മുടെ ഖൽബ് അറിഞ്ഞുകൊണ്ടായിരിക്കണം. നാവ് കൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളത് സുന്നത്താണ്, അത് ഹൃദയത്തിനൊരു സഹായം എന്ന നിലക്ക്. മറിച്ച് ഹൃദയം കൊണ്ട് കരുത്തുണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. അത് ഫർളായ നോമ്പാണെങ്കിൽ അത് രാത്രിയിൽ തന്നെ ആയിരിക്കണം. ശഫഈ മദ്ഹബ് അനുസരിച്ച് രാത്രിയിൽ തന്നെ ആയിരിക്കണം. അതേസമയത്ത് സുന്നത്തായ നോമ്പാണെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഉച്ചയുടെ മുമ്പ് എപ്പോഴും ആവാം, നിയ്യത്ത് വെച്ചാൽ സുന്നത്ത് നോമ്പെടുക്കാം. അപ്പോൾ ഒരാൾ സുബ്ഹിക്ക് ശേഷമാണ് ഓർക്കുന്നത്, എൻ്റെ നിയ്യത്ത് മറന്നുപോയല്ലോ, ഞാൻ ഇന്നലെ നിയ്യത്ത് വെച്ചിട്ടില്ലല്ലോ എന്നൊരാൾക്ക് സുബ്ഹിക്ക് ശേഷം ഓർമ്മ വരുന്നുവെങ്കിൽ അവൻ ആ നോമ്പ് ലഭിക്കുകയില്ല. എന്നാൽ അവന് ഏതായാലും നോമ്പ് നഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് ഭക്ഷണം മറ്റുള്ളതും കഴിക്കാനും ഒന്നും പറ്റില്ല. അതേസമയം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു, അവൻ ഇംസാക്ക് നിർബന്ധമാണ്. നോമ്പുകാരനെ പോലെ ഭക്ഷ്യപാനീയങ്ങളൊക്കെ ഒഴിവാക്കി നോമ്പുകാരനെ പോലെ പൂർത്തീകരിക്കണം. പിന്നീട് ആ നോമ്പ് ഖളാ വീട്ടുകയും വേണം. ഇതാണ് ശാഫിഈ മദ്ഹബിലെ പ്രബല അഭിപ്രായം. എന്നാൽ റമദാൻ മാസത്തിന് തുടക്കത്തിൽ തന്നെ മൊത്തത്തിൽ നിയ്യത്ത് വെച്ചാൽ മതിയോ? അങ്ങനെ വെക്കാൻ പറ്റുമോ? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനെ തുടക്കത്തിൽ തന്നെ മൊത്തത്തിൽ റമദാൻ മാസം മുഴുവനും ഞാൻ നോമ്പനുഷ്ഠിക്കാൻ കരുതി എന്ന് നിയ്യത്ത് വെക്കൽ സുന്നത്താണ്. കാരണം മാലിക്കി മദ്ഹബിൽ അങ്ങനെ സ്വഹീഹാകും. ഷാഫി മദ്ഹബ് അനുസരിച്ച് അങ്ങനെ നിയ്യത്ത് വെച്ചാൽ ആ നിയ്യത്ത് വെച്ച നോമ്പിന് മാത്രമേ ബാധകമാവുള്ളൂ. മാലിക്കി മദ്ഹബിൽ മുഴുവൻ നോമ്പിനും ആ നിയ്യത്ത് മതി. അതുകൊണ്ട് അങ്ങനെ വെക്കൽ സുന്നത്താണെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. കാരണം എന്താണ്? മാലിക്കി മദ്ഹബ് അനുസരിച്ച് അവൻ്റെ നോമ്പ് സ്വഹീഹാകാൻ വേണ്ടി. അങ്ങനെ ആവുമ്പോൾ എന്തു വേണം? ഞാൻ മാലിക്കി മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുന്നു, പിൻപറ്റി ഞാൻ നോമ്പനുഷ്ഠിക്കുന്നു എന്ന് പ്രത്യേകം തഖ്ലീദ് ഉണ്ടായിരിക്കണം. മാലിക്കി മദ്ഹബ് സ്വീകരിക്കുന്നു എന്ന് കരുത്തുണ്ടാവണം. എന്നാലേ സ്വഹീഹാവുകയുള്ളൂ. അതല്ലെങ്കിൽ ഫാസിദായ ഇബാദത്തുമായി കെട്ടുപാടില്ല, ഹറാമാണ്, നിഷിദ്ധമാണ്, അത് ഫാസിദാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഹനഫി മദ്ഹബ് അനുസരിച്ച് ഉച്ചയുടെ മുമ്പായിട്ട് നിയ്യത്ത് വെച്ചാൽ മതി ഫർദ് നോമ്പിന് എന്നും ഹനഫി മദ്ഹബ് അനുസരിച്ച് അങ്ങനെയും വെക്കാം. പക്ഷേ അവിടെയൊക്കെ തഖ്ലീദ് വേണം. അങ്ങനെ മറന്നുപോയാൽ ആ മദ്ഹബിനെ ഞാൻ സ്വീകരിക്കുന്നു എന്ന നിലക്ക് തഖ്ലീദ് ചെയ്തുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഇത്രയും നിയ്യത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രാത്രിയിൽ തന്നെ ഷാഫി മദ്ഹബ് അനുസരിച്ച് രാത്രിയിൽ തന്നെ ആയിരിക്കണം. മറന്നുപോയാൽ നോമ്പുകാരനെ പോലെ നിന്ന് പിന്നീട് മടക്കി ഖളാ വീട്ടുകയും വേണം. അല്ലാഹു തആല എല്ലാ അമലുകളും കൃത്യമായ രൂപത്തിൽ
അവൻ പൊരുത്തപ്പെട്ട രൂപത്തിൽ നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.